എന്തപ്പോൾ പറയാ, അതാ ആലോചിക്കുന്നത്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കണ പോലെ തുടങ്ങി, അപ്പോൾ കുറച്ചും കൂടി ക്യാഷ്വലാവും. ഞാൻ ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഞാൻ ഇനീഷ്യലി വന്നപ്പോൾ ഞാനൊന്ന് വർക്ക് സ്പേസ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു ഇതിലാണ് വന്നത്. ഓരോ സ്പേസിലും എന്താണെന്ന് നോക്കണമല്ലോ. ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഞാനിവിടെ വരുമ്പം ഭയങ്കര കൺഫ്യൂഷൻസ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. ഫസ്റ്റ് ഒരു കോ വർക്കിംഗ് സ്പേസ് അല്ല ഒരു ഓഫീസ് സ്പേസ് ഞാൻ ഹൈലൈറ്റിൽ സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് ഒരുപാട് കോ വർക്കിംഗ് സ്പേസസ് ആയിട്ട് കണക്ട് ചെയ്തിരുന്നു. പക്ഷേ ഐ വാസൻ ഹാപ്പി വിത്ത് ദ ഓവറോൾ വർക്ക് പ്ലേസ് ആൻഡ് കൾച്ചർ. ആ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് എവിടെയും ഇഷ്ടമായില്ല. നമ്മളൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് നോക്കിയ സമയത്താണ് ഇവിടേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ സാൻഡ് ബോക്സിൽ ഞങ്ങളൊരു ക്യാബിൻ എടുത്തിട്ടാണ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ സാൻഡ് ബോക്സിൽ ഞാനൊരു ജസ്റ്റ് ഒരു ട്രയൽ നോക്കാം എന്നുള്ളൊരു സ്റ്റാൻഡായിട്ടാണ് ഞാൻ വന്നിരുന്നത്. എൻ്റെ ഒരു വർക്കിംഗ് ലൈഫ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് സാൻഡ് ബോക്സിൽ നിന്നാണ്. ഒരുപാട് വർക്ക് സ്പേസസ് ട്രൈ ചെയ്തു, അങ്ങനെ ലാസ്റ്റ് എൻഡ് അപ്പ് ചെയ്തതാണ് സാൻഡ് ബോക്സിൽ. ബിക്കോസ് ഞങ്ങളൊക്കെ കോവർക്കിംഗ് സ്പേസ് എന്നില്ല എക്സ്പെക്ട് ചെയ്യുന്നത് ജസ്റ്റ് ചെയർ അല്ലെങ്കിൽ ഒരു ടേബിൾ ജസ്റ്റ് ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ബട്ട് സാൻഡ് ബോക്സ് അവർ പ്രൊവൈഡ് ചെയ്തത് മച്ച് മോർ എക്സ്പീരിയൻസ് ആണ്. അതിനൊക്കെ അപ്പുറത്ത് എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത് അവിടുത്തെ ഓപ്പർച്യൂണിറ്റികളാണ്, നെറ്റ്വർക്കാണ്, ആളുകളാണ്. നമ്മളൊരു ചെറിയൊരു കോൺവെർസേഷൻ നമ്മൾ ഒരാളോട് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു എനർജി ഉണ്ട്, ഒരു സ്പാർക്ക് ഉണ്ട്. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. അതാണ് സാൻഡ് ബോക്സിനെ പറ്റി കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ആൾക്കാരെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവർ ഉണ്ടാക്കി തരുന്നുണ്ട്. സാൻഡ് ബോക്സിൽ വന്നു, ശരിക്കും ഒരു സെക്കൻഡ് ഹോം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ വർക്കിംഗ് സ്പേസിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സാൻഡ് ബോക്സിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രീഡം, അതാണ് ഇത്രയും ലെവലിൽ നമ്മൾ എത്തിച്ചത്. അതിൽ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഇവിടെ തിരിച്ചെത്തുന്നുള്ള. അതെന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ ഇൻടാഞ്ചിബിൾസ് എന്ന് ഞാൻ പറയും. ഇൻടാഞ്ചിബിൾസ് എന്താണെന്ന് വെച്ചാൽ ബാക്കി ഏത് വർക്ക് സ്പേസ് പോയാലും സീറ്റിംഗ് സ്പേസ് ഉണ്ടാവും, വൈഫൈ, ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാത്തിലും കോമൺ ആണ്. വ്യത്യാസം എവിടെ വരുന്നതെന്ന് വെച്ചാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിലാണ്. 2008 onwards, I started my career in Bangalore. So coming to Calicut, my village, I find that a beautiful atmosphere. നമുക്ക് ബിസിനസ് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയറാണ് നമുക്ക് സാൻഡ് ബോക്സ് ഇവിടെ തരുന്നത്. ഏതൊരു സ്റ്റാർട്ടപ്പ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഈ സാൻഡ് ബോക്സ് പോലത്തെ ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ്റെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഹെഡ് ഏക്ക് കുറയും. വരുന്നതിന് മുന്നേ നമ്മൾ വിചാരിച്ചത് ഒരു ടിപ്പിക്കൽ വർക്ക് സ്പേസ് കൈൻഡ് ഓഫ് അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ നൗ ഇറ്റ്സ് ഫീൽസ് ലൈക്ക് വെരി കംഫർട്ടബിൾ ഹിയർ. നമ്മൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഫീലല്ല, നമ്മൾ കൂടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഫീലുണ്ട് സാൻഡ് ബോക്സിൻ്റെ ഉള്ളിൽ. വരാൻ തന്നെ ഒരു രസമാണ്. മോർണിംഗ് എണീറ്റ് ലൈക്ക് വർക്ക് നിലനേക്കാളും ലൈക്ക് ഇത് സാൻഡ് ബോക്സ് ഈ കമ്മ്യൂണിറ്റി സ്പേസ് ഒക്കെ അടിപൊളിയാണ്. ഒരു കോ വർക്കിംഗ് സ്പേസ് എന്നതിലുപരി they are making a community actually. ഈ സാൻഡ് ബോക്സ് വൺ ഓഫ് ആർ ചാം ആൻഡ് അവർ ഗ്രോത്ത് ഫോർ ദ കമ്പനി എന്നുള്ളത് ഡെഫിനറ്റ്ലി എടുത്ത് പറയും. ബിക്കോസ് ഓഫ് ദ വേ ദേ ഹാൻഡിൽ ദിയർ ഓഫീസ് സ്പേസ് ആൻഡ് അവർ എംപ്ലോയീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും ആൻഡ് ഓവറോൾ ദ അറ്റ്മോസ്ഫിയർ ഇൻ ദിസ് പ്ലേസ് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ. സാൻഡ് ബോക്സ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ സാൻഡ് ബോക്സിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഒരു സ്പേസ്, നമ്മളൊരു കോവർക്കിംഗ് സ്പേസ് എങ്ങനെ വേണം എന്നുള്ളത് സാൻഡ് ബോക്സിന് തന്നെ ഇനീഷ്യലി ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഒരു ഇനീഷ്യൽ പിച്ചിൽ തന്നെ സാൻഡ് ബോക്സിന് വരുന്ന ക്ലയൻസിന് ആ ഒരു ക്വാളിറ്റി, ഇൻറ്റീരിയറിലൊരു ക്വാളിറ്റി കൊടുക്കുന്നതിലുപരി സാൻഡ് ബോക്സിന് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യാം, ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ക്വാളിറ്റി ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഹോം ഫോർ മീ സാൻഡ് ബോക്സ്. കാരണം ആ ഫ്രീഡം അവിടെ തന്നിട്ടുണ്ട്. നമുക്ക് അവിടെ വളരാം. ഒരു ഓൺടർപ്രണർക്ക് സ്റ്റാർട്ടിംഗ് ലെവലിലെ തിങ്കിങ് കപ്പാസിറ്റി നമുക്ക് ആലോചിക്കാം, എന്തും അറിയിക്കാം. നമ്മുടെ ചോക്കോച്ചിയുടെ ആ ഒരു വിഷൻ, ഗ്ലോബൽ വിഷനൊക്കെ തുറന്നിട്ടുള്ളത് കൂടെ സാൻഡ് ബോക്സ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരുടെ എനർജി അതിന് ഒരുപാട് കാരണമായിട്ടുണ്ട്. സാൻഡ് ബോക്സ് കണ്ടപ്പോൾ തന്നെ ലൈക്ക് പീപ്പിൾ, എനർജി, അതിൻ്റെ ഭയങ്കര സ്പാർക്ക് ചെയ്തു. ഞാൻ ഫസ്റ്റ് വിചാരിച്ച പോലെ അല്ല പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. മോർ ഓവർ സാൻഡ് ബോക്സിൽ വരുന്ന സമയത്ത് ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വരികയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രെസ്സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഫീൽ ചെയ്യത്തില്ല. ഒരു ഭയങ്കര കംഫർട്ട്, അല്ലെങ്കിൽ നമ്മൾ കോളേജിലൊക്കെ പോകുന്ന പോലെ കുറേ സെലിബ്രേഷൻസ്, കുറേ ഇവൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒരു ഭയങ്കര ഹാപ്പിനെസ് ആണ് സാൻഡ് ബോക്സ് എല്ലാ ദിവസവും നമുക്ക് തരുന്നത്. എന്നോട് രണ്ട് രീതിയിൽ ഓപ്ഷനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി. നിങ്ങൾക്ക് സ്പേസ് ഡയറക്റ്റ്ലി തന്നെ സാൻഡ് ബോക്സ് ഇല്ലാതെ തന്നെ വേണോ അതോ സാൻഡ് ബോക്സ് ത്രൂ വേണോ എന്നുള്ളത്. ഞാൻ സാൻഡ് ബോക്സ് ത്രൂ മാത്രം മതി, അല്ലാതെ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് വേണ്ട, സാൻഡ് ബോക്സിൽ ഇതിൽ മാത്രം മതി എന്നുള്ള ഞാൻ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടാണ് പിന്നെ എൻ്റർപ്രൈസിലേക്ക് മാറുന്നത്. ഓൾറെഡി ഞാൻ സൈബർ പാർക്കിൽ നമുക്കൊരു സ്പേസ് ഉണ്ട്. അപ്പം ഞാൻ അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ സ്പേസ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വർക്ക് സ്പേസിലും ഒരു ഭയങ്കര വെൽക്കമിങ് ആയിട്ട് ഞാൻ ഇതിനു മുന്നേ ട്രൈ ചെയ്ത വർക്ക് സ്പേസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ സാൻഡ് ബോക്സിൽ ഒരു പ്രത്യേക
ഒരു വൈബും അതുപോലെ തന്നെ ആളുകളാണെങ്കിലും അകത്തുള്ള കമ്മ്യൂണിറ്റി ആണെങ്കിലും ഭയങ്കര വെൽക്കമിങ്ങും, അത് കാരണം എനിക്കിപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ഓഫീസ് സ്പേസ് എന്ന് കരുതുമ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു ഓഫീസ് സ്പേസ് ആണ് ബിൽഡ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞില്ല. ഇറ്റ് ഈസ് ആക്ച്വലി എ ബ്യൂട്ടിഫുൾ വർക്ക് സ്പേസ് ടു ബി ഇൻ. പിന്നെ എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിൻ്റെ ഒക്കെ അപ്പുറത്ത് ഒരു ആംബിയൻസ്. നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പം ആക്ച്വലി നമുക്ക് ഒരു ടിപ്പിക്കലി ഒരു വർക്ക് എൻവിറോൺമെൻ്റ് അല്ല കിട്ടുക. ബീയിങ് എ പാർട്ട് ഓഫ് സാൻഡ് ബോക്സ് അത് ഏറ്റവും രസമുള്ള ഒരു കാര്യമായിരുന്നു. ആൻഡ് നമ്മൾ ആ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതും ലൈക്ക് ചെറിയ ചെറിയ സാധനമാണെങ്കിലും സോർട്ടിങ് ഔട്ട് ടുഗെദർ ആൻഡ് ഡൂയിങ് അതും നല്ലൊരു രസമുള്ളൊരു ആസ്പെക്റ്റ് ആയിരുന്നു വർക്ക് ചെയ്തതിൽ.